ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാങ്കൊക്കെ ഏകദേശം ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു 300ഓളം ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയ്ക്ക് മുമ്പായിട്ടുള്ള ചൂട് കാലത്ത് നമുക്ക് ഒട്ടും തന്നെ കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ചൂട് മാറി മഴയായപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റികളും തന്നെ പ്രസവിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗപ്പികളൊക്കെ നല്ല രീതിയിൽ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളതിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും നോക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊയിനെയും അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവയൊക്കെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതുമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ പെയ്ത മഴ കാരണം നമ്മുടെ മൊയിന കൾച്ചർ എല്ലാം ക്രാഷായി പോയൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മൊയിന കൾച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാണുന്ന ബക്കറ്റുകളിലായിട്ടൊക്കെയാണ് നമ്മൾ മൊയിനകൾ അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവയൊക്കെ കൾച്ചർ ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബക്കറ്റുകളെല്ലാം തന്നെ കാലിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ കൂത്താടികളൊക്കെ നല്ല രീതിയിൽ പെരുകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മൊയിനകളെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് എടുത്ത് മീനുകൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് മൊയിനകളായിട്ടില്ല. മഴവെള്ളം വീഴുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള കൾച്ചറുകളെല്ലാം ഈ കാണുന്ന ബക്കറ്റിലിരുന്ന കൾച്ചറുകളെല്ലാം തന്നെ ക്രാഷായി പോകാനുള്ള കാരണം. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇത്രയും ബക്കറ്റിൽ നമുക്ക് വളർത്തുന്നത് കൊണ്ട് തന്നെ കൾച്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്രാഷായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബക്കറ്റിൽ നിന്നെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൾച്ചർ കിട്ടുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് ഫുഡ് കൊടുക്കേണ്ട സമയമാണിത്. വരുന്ന ഒരാഴ്ചത്തേക്ക് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് ലൈഫ് ഫുഡ് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രോത്തും ആ ഒരു ക്വാളിറ്റി മീനുകൾക്ക് ഉണ്ടാവുള്ളൂ. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റിൽ അത്യാവശ്യം മൊയിനകൾ, അതായത് മറ്റൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൊയിനകൾ ഉള്ളൊരു ബക്കറ്റ് ക്രാഷ് ആവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മീനുകൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കൾച്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാ കൾച്ചറും നമ്മുടെ കയ്യിൽ നിന്ന് ക്രാഷായി പോയിട്ടുണ്ട്. എല്ലാ ബക്കറ്റിൽ കൾച്ചറും നമ്മുടെ കയ്യിൽ നിന്ന് ക്രാഷായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഇനി അടുത്ത കൾച്ചറുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാമെന്നുള്ളത് മീനുകൾക്ക് ഫ്ലേക്സ് പൊടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആർട്ടീമിയ ഫ്ലേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്. കാരണം മീനിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഫ്ലേക്സ് ഒന്നും അങ്ങനെ എടുക്കാത്തതാണ്. കാരണം 1-2 ദിവസം പ്രായമുള്ള മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ലൈഫ് ഫുഡ്സ് മാത്രമേ അവർ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ടീമിയ ഫ്ലേക്ക്. ഇത് നമുക്ക് മീനിൻ്റെ ഫുഡൊക്കെ വാങ്ങുന്ന മീനിൻ്റെ അക്വേറിയം ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ഏകദേശം ഒരു പാക്കറ്റിന് 60 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്. അങ്ങനെ ഞാൻ ആർട്ടീമിയ ഫ്ലേക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് തിരുമിയിട്ടുണ്ടെങ്കിൽ പൊടിയായി മാറുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള അഡൾട്ട് മീനുകൾക്കെല്ലാം തന്നെ ഇത് ആഴ്ചയിൽ ഏകദേശം 3 മുതൽ 4 നേരം വരെ നമ്മൾ ഈ ഫ്ലേക്സാണ് കൊടുക്കാറുള്ളത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ഫിഷ് ഫുഡ് തന്നെയാണ്. നമുക്ക് മീനുകൾക്ക്, അഡൾട്ട് മീനുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ കളർ വെക്കുകയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മീനുകൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലേക്സ് നമ്മുടെ മീനുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നത് മിക്സഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം 1-2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത്രയും ഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ മീനുകൾ അത്യാവശ്യം വന്ന് ഫുഡ് എടുക്കുന്നുണ്ട്. കാരണം 2 ആഴ്ച പ്രായമായ മീനുകൾ ഫുഡ് എടുക്കുന്നതാണ്. ഈ ഫ്ലേക്സൊക്കെ അത്യാവശ്യം എടുക്കുന്നതാണ്. പക്ഷേ പ്രശ്നം അതല്ല. നമ്മുടെ കയ്യിൽ ഈ ടബിൽ കാണുന്ന പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം 1 മുതൽ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അവർക്ക് ഇട്ട് കൊടുക്കാൻ നേരത്ത് അവർ ഫുഡ് എടുക്കുന്നില്ല. വന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കുന്നു എന്നല്ലാതെ ഇന്നലെയൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അവരൊന്നും ഈ ഫുഡ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അടുത്ത ഇത് ഈ കാണുന്നതാണ് നമ്മുടെ യെല്ലോ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതും ഏകദേശം 2 ദിവസം ഗ്യാപ്പിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. അവരും ഇതുപോലെ ഫുഡ് എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇനി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ ഫ്ലേക്സ് എടുക്കുന്നതല്ല. അവർക്ക് എന്ത് വന്നാലും ലൈഫ് ഫുഡ്സ് തന്നെ വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയിന കൾച്ചർ ആവുന്നത് വരെ നമുക്ക് ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആർട്ടീമിയ ഹാച്ച് ചെയ്യാനുള്ള പണി നോക്കാം.
പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ മൊയ്ന കൾച്ചർ ഇപ്പോൾ കുറച്ച് 2-3 ബക്കറ്റിൽ സ്റ്റാർട്ടർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ക്രാഷ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം മൊയ്ന ഒന്ന് കൾച്ചർ ചെയ്യാനായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഒരു മൂടിയിൽ വളരെ കുറച്ച് ആകെ ഒരു 3 ബക്കറ്റേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൊയ്ന ഉള്ളൂ. അപ്പോൾ അതും സ്റ്റാർട്ടർ കൾച്ചറാണ്. അപ്പോൾ അതിന് വേണ്ടി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈസ്റ്റ് എടുത്തത്. ഒരു മൂടിയുടെ 4-1 ഭാഗം മാത്രം നമ്മൾ ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇതിനി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ഈസ്റ്റ് നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂത്താടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെരുകിയിട്ടുണ്ട്. കാരണം ഇത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റാണല്ലോ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂത്താടികൾ എന്തായാലും അതിൻ്റെ അകത്ത് കിടന്ന് വളരുന്നതാണ്. മൊയ്ന ടാങ്കിൽ കൂത്താടികളൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാ ഈ ബക്കറ്റിൽ നോക്കാൻ നേരത്ത് കൂത്താടികൾ കുറവാണ്, കാരണം മൂടി വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ കൂത്താടികൾ പെരുകാൻ നേരത്ത് മൊയ്ന കൾച്ചർ കുറയുന്നതാണ്. കാരണം കൂത്താടികൾ മൊയ്നകളെ നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. ഈ കൂത്താടികളുടെ ഭക്ഷണവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈസ്റ്റും അതിൽ കിടക്കുന്ന മൊയ്നകളുമാണ്. അപ്പോൾ മാക്സിമം മൂടി വെക്കാൻ ശ്രമിക്കുക നമ്മൾ കൾച്ചർ ചെയ്യാൻ നേരത്ത്. അടുത്തായി നമുക്ക് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആർട്ടീമിയ ഹാച്ച് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഫുഡൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പാത്രത്തിലാണ് നമ്മൾ ആർട്ടീമിയ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പെക്കോണ്ട ആർട്ടീമിയാണ് ഞാൻ മീനുകൾക്ക് കൊടുക്കുന്നത്. ക്യാപ്സ്യൂൾ ആർട്ടീമിയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി മീനിൻ്റെ ഫുഡുകൾ നമ്മുടെ ഫ്ലേക്സൊക്കെ ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ടൈറ്റായിട്ട് വെക്കാനായിട്ട് നമ്മളൊരു സിലിക്കണ്ട ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈർപ്പം വലിച്ച് എടുക്കുന്നതാണത്. അപ്പോൾ ഇനിയാണ് നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ, ഈ ബോട്ടിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ആർട്ടീമിയ എഗ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ക്യാപ്സ്യൂള്. അപ്പോൾ ഏകദേശം 80% ഹാച്ചിങ് റേറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെ ഒരു ബ്രാൻഡാണ് ഈ പെക്കോണ്ട ആർട്ടീമിയ എന്നുള്ളത്. അപ്പോൾ വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുപോലൊരു സെറ്റപ്പാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കല്ലുപ്പിടണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല, അത് വേറെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഇനി നമ്മുടെ ക്യാപ്സ്യൂള് നമുക്ക് പൊട്ടിച്ച് ആർട്ടീമിയ എഗ്സ് ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എയറേഷൻ കൊടുക്കാം. ഇനി ഏകദേശം ഒരു 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ആർട്ടീമിയ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ മുതൽ ഒരു 26 മണിക്കൂർ വരെ എടുക്കും. അതിന് ശേഷം മാത്രം നമുക്ക് ഇത് അരിച്ചെടുത്ത് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് അഡൾട്ട് മീനുകൾക്ക് നമുക്ക് ഫ്ലേക്സ് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ അഡൾട്ട് മീനുകൾക്ക് ഫ്ലേക്സ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനുകൾ നല്ല രീതിയിൽ വന്ന് ഫുഡ് എടുക്കുന്നുണ്ട്. ഇത് ജപ്പാൻ ബ്ലൂ ടൈലും അതുപോലെ തന്നെ പ്ലാറ്റിൻ റെഡ് ബിഗ് ഇയറും ക്രോസ് ബ്രീഡ് ചെയ്യാനിട്ടിരിക്കുന്ന ഒരു ടാങ്കാണിത്. അതുപോലെ തന്നെ ഇതായി കാണുന്നത് നമ്മുടെ ഫുൾ ബ്ലാക്കിന് ഇട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ മെയിനായിട്ടും ഫ്ലേക്സ് അതുപോലെ തന്നെ മൊയ്ന, മോസ്കിറ്റോ ലാർവ, ഇതൊക്കെയാണ് നമ്മൾ അഡൾട്ട് മീനുകൾക്ക് കൊടുക്കുന്നത്. ആർട്ടീമിയ അഡൾട്ട് മീനുകൾക്ക് സാധാരണ ഞാൻ കൊടുക്കാറില്ല, കാരണം ചിലവ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാരണം ആർട്ടീമിയയുടെ റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മീനുകൾക്ക് നമ്മളിത് ഇട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസമായപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു ദിവസമായി നമ്മൾ ഹാച്ച് ചെയ്യാനിട്ടിട്ട് ആർട്ടീമിയ ഇതിനോടകം തന്നെ ആയിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എഗ്ഗുകളെല്ലാം തന്നെ ഹാച്ച് ആയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ നല്ല രീതിയിൽ ആർട്ടീമിയ ഹാച്ച് ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മളിതിനെ അരിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ കഴുകി വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ അരിച്ച് വാഷ് ചെയ്ത് നമ്മളൊരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എൻലാർജ് ചെയ്ത് ഈ ആർട്ടീമിയ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കമ്പനി പറഞ്ഞ പോലെ തന്നെ ഏകദേശം 80% മുകളിൽ നമുക്ക് ഹാച്ചിങ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രം, അതായത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ആർട്ടീമിയ ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു ബ്രാൻഡാണത്. ഏകദേശം ഒരു 100 രൂപയ്ക്ക് നമുക്കൊരു സ്ട്രിപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം മാത്രം നമുക്കൊരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചെടുത്ത് നമുക്കിതുപോലെ ആവശ്യത്തിന് മാത്രം ഹാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ബാലൻസ് ഉള്ളത് ചീത്തായി പോകുന്നുള്ള പേടിയും വേണ്ട. അങ്ങനെ നമ്മൾ മീൻ കുഞ്ഞുങ്ങൾക്ക്, ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് ഫീഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു സ്പൂണ് വെച്ച് മാത്രമാണ്
നമ്മളെല്ലാ മീനുകൾക്കും കൊടുക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അർട്ടിമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മീൻ കുഞ്ഞുങ്ങൾക്കും എത്തിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 300+ കുഞ്ഞുങ്ങളെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനുകൾക്കും കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു ദിവസം പട്ടിണി കിടന്ന ഒരവസ്ഥയാണ് മീനുകളിപ്പോൾ. കാരണം ഇന്നലെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഹാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മീനുകൾ നല്ല ആർത്തിയോടുകൂടി വന്ന് എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് വെട്ടമടിക്കുന്ന കാരണം എനിക്ക് ഫുഡ് എടുക്കുന്നത് അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ള ലൈവ് ഫുഡ്സ് മൊയിനേനൊക്കെ അപേക്ഷിച്ച് ആർട്ടീമിയ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ടബിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ പോയി എടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോയി ഫുഡ് എടുക്കുന്ന വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടബിലാണ് നമ്മുടെ ഡ്രാഗൺ ഡാർക്ക് നൈറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാട്ടർ പ്ലാന്റ്സിൻ്റെ അടിയിൽ പോയി ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്ന പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഡംബോ ഇയർ സ്ട്രെയിനാണ്. അതായത് ബിഗ് ഗിയറിനേക്കാളും കുറച്ചും കൂടി ഇയറിന് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ആ കെയറിങ് അനുസരിച്ച് ഇരിക്കും അതിൻ്റെ ഇയറിൻ്റെ ക്വാളിറ്റിയും കളർ കയറി വരുന്നതല്ല. ഇത് നമ്മൾ ക്രോസ് ബ്രീഡിങ്ങിന് ഇട്ടിരുന്ന നമ്മുടെ പ്ലാറ്റിനം റെഡ് അതുപോലെ തന്നെ ജപ്പാൻ ബ്ലൂ ടൈലിലെ കുഞ്ഞുങ്ങളാണ്. അവർ ക്രോസായി ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലോങ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മീനുകളൊക്കെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ മൂടി വെച്ചിരിക്കുന്നത് ബെറ്റാസിനെ ബ്രീഡ് ചെയ്യാനിട്ടിരിക്കുന്ന നമ്മുടെ ടബുകളാണ്. ഏകദേശം 5 ബെറ്റാസിനാണ് നമ്മൾ ഇന്നലെ ബ്രീഡ് ചെയ്യാനിട്ടിരുന്നത്. അപ്പോൾ വെള്ളമൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ഞാൻ ചെയ്യുന്നതാണ്. അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. മാത്രമല്ല വരും ദിവസങ്ങളിലോ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗപ്പിക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ. അപ്പോൾ ഇത് റോയലിൻ്റെ ബെറ്റ ഫുഡാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗപ്പിയുടെ ഫുഡിൻ്റെ ടാങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ബെറ്റയുടെ ഫുഡാണിത്. അപ്പോൾ ഇതിനെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഇൻഫോസൂറി ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫോസൂറി ആവുന്ന മുറക്ക് വേണം നമ്മൾ ഫീമെയിൽ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇൻഫോസൂറിയ ഒരാഴ്ചത്തേക്ക് ഫീഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻസിൽ വേണം നമ്മൾ ബ്രീഡ് ചെയ്യാനിടാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.